മലയിലേക്ക് പോകാം. അവിടെ രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായുണ്ട്. രഘു, എത്രത്തോളം പൂർത്തിയായിരിക്കുന്നു അവിടുത്തെ നടപടിക്രമങ്ങൾ? ജോലികളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകർ മാസ്കും മറ്റ് കയ്യുറകളുമൊക്കെ ധരിക്കുകയാണ്. കാരണം മൃതദേഹം ഏത് മോശം അവസ്ഥ എന്ത് അവരെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പരമാവധി അവരുടെ ഒരു സുരക്ഷ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാസ്കും കയ്യുറയും മറ്റ് വസ്ത്രങ്ങളുമൊക്കെ ധരിച്ചുകൊണ്ട് മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സന്നദ്ധ പ്രവർത്തകർ. സത്യത്തിൽ ഇതേപോലെയുള്ള മനുഷ്യരാണ് നമ്മൾ ഏത് സർക്കാർ സംവിധാനമുണ്ടെങ്കിലും ജനങ്ങളുടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള മനുഷ്യരുടെ നാട്ടുകാരുടെ സഹകരണമില്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോകില്ല. ഒരു ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയുകയില്ല. എന്ന് മാത്രവുമല്ല, എല്ലാ കാര്യങ്ങളും വേഗതയിൽ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ വീടും നാടുമൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം ജോലിയുമൊക്കെ മറന്ന് വരുമാനവുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ സേവനത്തിനിറങ്ങിയ മനുഷ്യരാണ് ഈ ജീവിതം മുന്നോട്ട് അല്ലെങ്കിൽ ഈ ലോകം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയോടുകൂടി ഞാൻ വീണ്ടും ഇത് പറയുന്നു. ഉച്ചയോടുകൂടി ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു കാട് മൂടിയ ഒരു പ്രദേശം, ആ കാട് മൂടിയ പ്രദേശം വളരെ വേഗതയിൽ 4-5 JCB വരുന്നു. ആ JCBയോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ നിൽക്കുന്നു. JCB വേഗതയിൽ മണ്ണുമാന്തി കുഴിയെടുക്കുന്നു, ചപ്പ് മാറ്റുന്നു. അങ്ങനെ ഒരു യന്ത്രത്തിന് പോലും ചെയ്യാൻ കഴിയാത്തത്ര വേഗതയിൽ അതിനേക്കാൾ ഭംഗിയായിട്ടാണ് ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുഴിയെടുപ്പെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിൽ വെക്കാനുള്ള പന്തലിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് കഴിയുന്നു. അത് 10 മിനിറ്റ് മുമ്പ് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ആയതേ ഉള്ളൂ. നോക്കൂ എത്ര വേഗതയിലാണ് ഷീറ്റൊക്കെ ഇട്ടിട്ട് ആ ജോലികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പന്തൽ പണിക്കാരുണ്ട്, അവരോടൊപ്പം സന്നദ്ധ പ്രവർത്തകർ കൂടി, എന്തും ചെയ്യാൻ റെഡിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ജോലികളൊക്കെ ഇത്രയും വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിൽ ചിന്നിച്ചിതറിപ്പോയ ആളുകളുമായിട്ടുള്ള ആംബുലൻസ് അവിടെ നിന്ന് ടൗണിൽ നിന്നൊരു 45 മണിക്കൂറിനകത്ത് എടുത്താൽ ഇവിടെ എത്തും. ഒരു 5-5:15 ഒരു 6:15 കൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാവും. കാരണം ആദ്യം സർവമത പ്രാർത്ഥനയാണ് നടക്കുന്നത്. അതിനുള്ള പുരോഹിതരെല്ലാം എത്തിയിട്ടുണ്ട്. ഇനിയും ദുരന്തത്തിൽ കാണാതായി പോയ മനുഷ്യരുടെ ബന്ധുക്കൾ ഇവിടെ ആ മൃതദേഹാവശിഷ്ടങ്ങൾ അവസാനമായി ഒന്ന് കാണാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാണ് എന്ന് മനസ്സിൽ വരുത്തി തീർക്കാൻ വേണ്ടി അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി നമുക്കാർക്കും ഒരു മരവിപ്പോടു കൂടിയല്ലാതെ ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. മരവിപ്പോടു കൂടിയല്ലാതെ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ അവസാനമായി കാണുക, അവർക്കൊരു അന്ത്യചുംബനം നൽകുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. അത് നൽകാൻ സാധിച്ചില്ലെങ്കിൽ, അവരെ അവസാനമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഒരു ഭാരം, ഒരു മനസ്സിന്റെ ഭാരം എത്രത്തോളം വലുതാണെന്ന് എല്ലാവരും അനുഭവിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മളുടെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ കാരണം നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ അവസാനമായി കാണാൻ പറ്റാത്തതിന്റെ ദുഃഖം പേറി കഴിയുന്നവരായിരിക്കും ഭൂരിഭാഗം മനുഷ്യരും. ഒന്നോ അതിലധികമോ മനുഷ്യരെ അവസാനമായി കാണാൻ പറ്റാത്തതിന്റെ. അപ്പോൾ വേണ്ടപ്പെട്ട ഒന്നിച്ചൊരുമിച്ച് ഉറങ്ങിയ ആളുകളെ, പ്രിയപ്പെട്ടവരെ, മകനെ, മകളെ, ഭാര്യയൊക്കെ കാണാതായ മനുഷ്യരുടെ അവർ ഇപ്പോഴും ഒരു പക്ഷേ തിരിച്ചു വന്നേക്കാമെന്നുള്ള അമിത പ്രതീക്ഷയിൽ മാനസിക ഭാരത്തോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് ഈ മൃതദേഹം കാണാനും അതിന് അന്ത്യോപചാരം അർപ്പിക്കാനും സർവമത പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ പ്രിയപ്പെട്ടവർ ഇക്കൂട്ടത്തിൽ ഉണ്ടാകാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ഒരാൾ മരിച്ചു എന്ന് ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ മൃതദേഹം കാണണം, അല്ലെങ്കിൽ നമ്മളുടെ അറിവിൽ ആ മൃതദേഹം മറവ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ആ മൃതദേഹം നമ്മളുടെ അറിവോടുകൂടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത എല്ലാ മനുഷ്യരും ഒരിക്കലെങ്കിലും തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോരുത്തരും കഴിഞ്ഞു പോകുന്നത്. ഇത്തരം അനുഭവമുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, രാത്രി അവരുടെ ശബ്ദം കേട്ട് അവർ വന്ന് സംസാരിക്കുന്നതായി തോന്നി. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി അവർ വീണ്ടും ആ ഒരു മാനസിക ഭാരം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനെ കഴിയാൻ വിധിക്കപ്പെട്ട, കാരണം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട മനുഷ്യർ, അഡ്രസ്സ് നഷ്ടപ്പെട്ട മനുഷ്യർ. കാരണം അവരുടെ വീട് നിന്നിടം ഇന്ന് നമ്മളിപ്പോൾ ഇന്ന് അവർക്കൊരു കത്തയച്ചാൽ അവർ ഏത് അഡ്രസ്സിലാണ് അത് കൈപ്പറ്റുക? ഇപ്പോൾ നിലവിൽ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുണ്ട്, ആ അഡ്രസ്സിലേക്ക് പോകും. പക്ഷെ അവർക്ക് പതിവായി ഉണ്ടായിരുന്ന മേൽവിലാസം പോലും നഷ്ടപ്പെട്ടു പോയ, മാനസികമായി തകർന്നു പോയ മനുഷ്യർ, അവരുടെ പ്രിയപ്പെട്ടവർ ആണ് ഇത്, അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇതെന്ന് കരുതിക്കൊണ്ട് അന്ത്യോപചാരം അർപ്പിക്കാനായി പുത്തുമലയിൽ ഒരിക്കൽ ദുരന്തഭൂമിയായി മാറേണ്ട, കാരണം ദുരന്തഭൂമിയായിരുന്നു ഇത്, 18 ആളുകളോളം മരിച്ചു. പക്ഷേ അതിൽ കൂടുതലായിരുന്നില്ല അന്ന് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളുണ്ടായിരുന്നു, പള്ളിയുണ്ടായിരുന്നു, അത്തരത്തിൽ ജീവിതമുണ്ടായിരുന്ന സ്ഥലമാണ് ഇന്ന്
വെറും പാഴ്ചെടി പിടിച്ച് കിടക്കുന്നത്. അന്ന് ആ മനുഷ്യരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഇതേപോലെ ഒരു വലിയ മരണസംഖ്യ ഉണ്ടാകാതിരുന്നത്. ആ ഭൂമിയിലാണ് ഒരിക്കൽ ദുരന്തം നമ്മളെന്താ പറയുന്ന ഒരു മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല, അത്തരത്തിൽ ദുരന്തം പേറിയ ഒരു ഭൂമിയിലാണ് മറ്റൊരു ദുരന്തത്തിൽ ചിന്നിച്ചിതറിപ്പോയ കുറച്ചധികം മനുഷ്യരെ അന്ത്യവിശ്രമം ഒരുക്കുന്നത് എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രഘുനാഥാരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കെ മധു നമ്മളോടൊപ്പം മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, മൃതദേഹങ്ങൾ വീണ്ടും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? ഇനി എത്ര ആംബുലൻസുകൾ കൂടി തയ്യാറാണ്? ഇന്ന് 7 ആംബുലൻസുകൾ കൂടിയായിരുന്നു പോകുന്നുള്ളൂ. കാരണം 8 മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്ന് സംസ്കരിക്കുന്നത് എന്നാണ് മന്ത്രി രാജൻ അല്പസമയം മുമ്പ് അറിഞ്ഞത്. ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ട് നൽകുന്നുണ്ട്. 171 ബന്ധുക്കൾക്ക് 160 ശരീരഭാഗങ്ങൾ ആണുള്ളത്. 171 ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്ന് 8 മൃതദേഹങ്ങളെ സംസ്കരിക്കുന്നുള്ളൂ. 17 ക്യാമ്പുകളിലായി സർവ്വമത പ്രാർത്ഥനയോട് കൂടി തന്നെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിശ്വാസങ്ങളെയും ആദരിച്ചുകൊണ്ട് എല്ലാ സകല ദൈവങ്ങളുടെയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ക്യാമ്പുകളിൽ മന്ത്രി പറയുന്നത് മറ്റ് വിശേഷങ്ങൾ കൂടി പറയുന്നു. 17 ക്യാമ്പുകളിലായി 2500-ലേറെ പേർ ഇപ്പോഴുമുണ്ട്. ആ വിധത്തിൽ ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 29 ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. 8 മൃതദേഹങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാവിധത്തിലും 220 ആണ് ആകെ കിട്ടിയ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. അപ്പോൾ അതിൽ ഇനി ഇവിടെ തിരിച്ചറിയാത്ത 29, ആ വിധത്തിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മധു, ഓരോ ഘട്ടത്തിലും നമ്മുടെ അനുനിമിഷം നമ്മളെ വിനയാന്വിതമാക്കുന്ന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു.